കൊടുമുടികളുടെ രാജകുമാരൻ. അതെ, കൊടൈക്കനാൽ സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ്. സോ നമ്മുടെ ലാസ്റ്റ് ഡേയും കൂടെയാണ് കൊടൈക്കനാലിൽ. സോ ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലങ്ങളെല്ലാം സത്യം പറഞ്ഞാൽ ഒന്ന് പൈൻ ഫോറസ്റ്റ്, മറ്റൊന്ന് പില്ലർ റോക്ക്. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു സാധനം ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സൊക്കെ ഓടിത്തീർന്നപ്പോഴത്തേക്കും നമ്മളൊന്ന് ഓടി കാണാൻ വന്നു നമ്മുടെ സാത്താൻ്റെ അടുക്കള. അതെ, സാത്താൻ മട്ടനും ചിക്കനും ഒക്കെ വയ്ക്കുന്ന അടുക്കള. സോ അതൊക്കെ ഇന്നത്തെ വ്ളോഗിൽ കാണാം. സോ അപ്പം ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ഡോൺലെസ് ആൻഡ് ലെറ്റ്സ് എക്സ്പ്ലോർ. അപ്പോൾ നമ്മൾ കൊടൈക്കനാൽ വന്നിട്ടിപ്പം 2 ദിവസമായി. ആദ്യത്തെ ദിവസം നമ്മൾ വെളുപ്പിനെ എത്തണം, കുറേ സ്ഥലങ്ങൾ കാണണമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. കുറേ ലാഗായി, നമ്മുടെ റെമിസിക്കയുടെ കാറൊക്കെ കംപ്ലൈൻ്റായി, കുറേ ലാഗടിച്ച് അങ്ങനെ ഒരിടവും കാണാൻ പറ്റിയില്ല. ഏകദേശം കുറേ പേര് രാത്രിയാണ് എത്തിയത്. നമ്മളൊക്കെ ഒരു 4 മണി ടൈമിലെത്തി. പിന്നെ അന്ന് അവിടെ അത്യാവശ്യം എൻ്റെ മോനെ പടമായേനെ ഇപ്പം. ബ്ലൈൻഡ് കർവായിരുന്നു, ഞാനും ശ്രദ്ധിച്ചില്ല. ഓക്കെ, അപ്പം നമ്മൾ റമീസിക്കയുടെ കാറൊക്കെ കംപ്ലൈൻ്റ് ആയി. അപ്പം കുറേ അവിടെ ലാഗായി. അങ്ങനെ കുറേ പേര് താമസിച്ചാണ് എത്തിയത്. അന്ന് റിസോർട്ടിൽ കുറേ അടിച്ച് പൊളിച്ചിട്ട് നമ്മൾ പിറ്റേന്നാണ് പൂമ്പാറ, മന്നമന്നൂർ, ഒരു കൂക്കാലൊക്കെ കാണും. ഇത് കൂക്കാലാണ്. കൂക്കാലിൽ നമ്മൾ തിരിച്ച് പോണ വഴിയാണ്. അപ്പം പോണ വഴിക്കാണ് നമ്മൾ കയറാൻ പോണത്. അവിടെ ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു ഭയങ്കര ഹൊറർ ആംബിയൻസ് ആണ്. നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. ചെറിയ വഴി, നേരത്തെ ആ കാറ് തന്നെ കണ്ട, ഇത്രയും ചെറിയ വഴിയിൽ സൂക്ഷിച്ചില്ലെങ്കിൽ പാടാണ്. ശ്രദ്ധിച്ചൊക്കെ പോവുക. പിന്നെ ആനിമൽസ് ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മാനൊക്കെ ഉണ്ട്, മാനക്കുരങ്ങൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ബാക്കി മൃഗങ്ങളൊന്നും കണ്ടില്ല. കാണാതിരിക്കുന്നതാണ് നല്ലത് നമ്മുടെ ആരോഗ്യത്തിന്. അപ്പം ഇന്ന് നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളൂടെ കണ്ടിട്ട് നാളെ ഉച്ചയോടെ തിരിക്കുകയാണ് നമ്മുടെ നാട്ടിലോട്ട്. അതായത് നമ്മൾ ദിണ്ടിഗലിൽ കൊടൈക്കനാലിനോട് നാളെ വിട പറയാണ്. സോ അപ്പോൾ അതിന് മുമ്പ് കുറച്ച് സ്ഥലങ്ങളൂടെ കണ്ടിട്ട് വരാമെന്നുള്ള ഇതിൽ പോവുകയാണ്. നമ്മൾ അറിയാമല്ലോ, ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആണ് ഗുണ കേവ്സൊക്കെ. സോ 1821 നമ്മുടെ BS വാർഡ് ഇവിടെ വന്ന് ബ്രിട്ടീഷ് പൗരനാണ് ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. അതിനു മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ട്രൈബൽസ് ഉണ്ടായിരുന്നെങ്കിലും കൊടൈക്കനാൽ അറിയപ്പെടാൻ തുടങ്ങിയത് ബ്രിട്ടീഷ് കാലം തൊട്ടാണ്. ബ്രിട്ടീഷുകാരുടെ പരിപാടിയാണ്, BS വാർഡിൻ്റെ പരിപാടിയാണ്. അങ്ങേരാണ് ഈ ഗുണ കേവിന് ഡെവിൾസ് കിച്ചൻ, അതായത് പഴയ പേര് ഡെവിൾസ് കിച്ചൻ എന്നുള്ള പേര് ഇട്ടത്. അതാണ് അതിൻ്റെ ആദ്യത്തെ പേര്. അതിന് ശേഷം ഗുണ കേവ് എന്ന് പേര് വരാൻ കാരണം 1991 നമ്മുടെ കമൽ ഹാസൻ ചിത്രം ഗുണ ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് അത് ഗുണ കേവ് എന്നുള്ള പേര് വന്നത്. പക്ഷെ അതിന് ശേഷമാണെന്ന് തോന്നുന്ന ആളുകൾ അതിൻ്റെ കാര്യം അങ്ങ് മറന്നുപോയി. എന്ന് വെച്ചാൽ ഗുണ കേവ് എന്ന് പറഞ്ഞാൽ മറ്റേ ഡെവിൾസ് കിച്ചൻ എന്ന് അറിയുമ്പോൾ നമുക്കൊരു കൗതുകം തോന്നും, അതെന്താണെന്ന് അറിയാൻ. അത് അറിയാത്തതുകൊണ്ട് ഈ ഗുണ കേവ് പേര് വന്നതിന് ശേഷം അവിടെ തോന്നുന്നു ആർക്കും അത് അറിയാതെ ചെന്ന് ചാടിക്കൊടുത്തത്. ഏകദേശം 13ഓളം പേര് അവിടെ വീണ് മരിച്ചിട്ടുണ്ട്. ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. അതാണിപ്പം മഞ്ഞുമൽ ബോയ്സ് സിനിമ ഹിറ്റായിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാവരും പോയി കാണുക. പക്ഷേ ഈ പാത കണ്ടിട്ട് എനിക്ക് തന്നെ ഒരു പേരിടാൻ തോന്നുന്നു, ഡെവിൾസ് പാത്ത്, സാത്താൻ്റെ പാത. അങ്ങനത്തെ ഒരു ഫീൽ പോലെ എനിക്ക് തോന്നുന്നു ചിലപ്പോഴൊക്കെ. കാരണം ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ്, നമ്മുടെ ടീമൊക്കെ അവിടെ ബാക്കിലും അവിടെ ഒരാൾ പോയി പല വഴിക്കായിട്ട് നിൽക്കുകയാണ്. ഞാൻ ഇപ്പം ഒറ്റയ്ക്കാണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിൽ അവരുണ്ട്, കുറേ പേര് ഫ്രണ്ടിലും ഒക്കെ ഉണ്ട്. ഈ ഒരു ഹൊറർ ആംബിയൻസ്, മഴയൊക്കെ ചെറുതായിട്ട് മഴ തൂറ്റണമുണ്ട്. ആ പേര് കറക്റ്റായിട്ട് യോജിക്കുന്നുണ്ടല്ലേ, സീരിയസ്ലി. അപ്പോൾ ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ വന്ന വഴി തന്നെ മന്നമന്നൂർ ഇറങ്ങി, മന്നമന്നൂരിൽ നിന്ന് നേരെ അവിടെ പിടിക്കുക എന്നാണ്. ഇത് നമ്മൾ ഇന്നലെ വ്ളോഗ് ചെയ്ത സ്ഥലമാണ്, മറ്റേ കുക്കാൽ. നേരത്തെ ഇറങ്ങിയില്ലല്ലോ, നമ്മൾ ഇന്നലെ ഇറങ്ങി വ്ളോഗൊക്കെ ചെയ്ത സ്ഥലമാണിത്. സോ അവിടെ നമ്മൾ വ്ളോഗ് എടുത്തുകൊണ്ട് നിന്നപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരാൾ വന്ന് തീപ്പെട്ടി ഉണ്ടായെന്ന് വെച്ചു, സിഗരറ്റ്. നമ്മൾ അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ബൈക്കിംഗ് ഫീൽഡിലോട്ട് വരില്ലല്ലോ. സോ അങ്ങനെ അതും കഴിഞ്ഞ് അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങി. ഇനി അടുത്ത് നേരെ ലക്ഷ്യം ആദ്യം പൈൻ ഫോറസ്റ്റ് ആയിരിക്കും. പൈൻ ഫോറസ്റ്റ് പോണ വഴിക്ക് ആദ്യമുള്ളത് പൈൻ ഫോറസ്റ്റ് ആണ്. പൈൻ ഫോറസ്റ്റിൽ പോയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഇതൊരു എപ്പോഴും എനിക്കത് മൈൻഡിൽ
ഭയങ്കര ഭംഗിയുണ്ട്. സീരിയസ്ലി നല്ലൊരു സീനിക് റൂട്ടാണ് എന്തൊക്കെ പറഞ്ഞാലും. പക്ഷെ ചിലപ്പോഴൊക്കെ ഒരു ഹൊറർ ആംബിയൻസ് തോന്നുന്നുണ്ട് ചില സമയങ്ങൾ. പക്ഷെ ഇപ്പോഴൊക്കെ സത്യം പറഞ്ഞാൽ നല്ലൊരു സീനിക് ആംബിയൻസ് ആണ്. ഈ റോഡും രണ്ട് സൈഡുമുള്ളൊരു കൊള്ളാം, നോട്ട് ബാഡ്. വീട് നമ്മൾ ഉള്ളിലോട്ട് ഇടയ്ക്കിടയ്ക്ക് ഉള്ളിലോട്ട് കയറും, ഇടയ്ക്കിടയ്ക്ക് വെളിയിലോട്ട് ഇറങ്ങും, അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. പിന്നെ ഈ കൂക്കാലൊക്കെ ഞാൻ പറഞ്ഞ പോലെ കൂക്കാല് മന്നവന്നൂരൊക്കെ കുറച്ച് താഴെ സ്ഥിതി ചെയ്യണതാണ്. അതായത് കൊടൈക്കനാൽ ടോപ്പ് 2133 അടി ഉയരത്തിലാണ്. പക്ഷെ ഇതൊക്കെ 1800 1900 അങ്ങനത്തെ ഉയരത്തിലൊക്കെ സ്ഥിതി ചെയ്യണ സ്ഥലങ്ങളാണ്. പിന്നെ ഇവിടുത്തെ മെയിൻ ആളുകളുടെ ജോലി ഞാൻ പറഞ്ഞല്ലോ കൃഷിയാണ്. ഇവിടെ ഒരുപാട് പെപ്പർ, ക്യാരറ്റ്, കോളിഫ്ലവർ, അങ്ങനെ ക്യാബേജ് ഇഷ്ടംപോലെ കൃഷിയാണ്. നമുക്കത് ഇവിടെ തന്നെ കുറേ വാങ്ങാനും കിട്ടും. മരമൊക്കെ സൈഡിലോട്ട് വീണ് കിടക്കണം. ഇവിടെ വൃത്തിയാക്കാൻ അങ്ങനെ ആരും വരൂലെന്നോ. മാൻ, ആളുകൾക്കൊന്നും ഒരു ലക്കും പറക്കും ഇല്ലാത്തോലും പറഞ്ഞു കുടിച്ചിട്ടാണ് വരണത്. നാട്ടുകാരാണോ എന്നോ സംശയമുണ്ട്. ഇവിടെ നമ്മുടെ ടീമിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയിരിക്കണം. സോ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലമാണ് പൈൻ ഫോറസ്റ്റ്. പൈൻ ഫോറസ്റ്റ് ഇവിടെ ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. BS വാർഡ് വന്നതിന് ശേഷമാണ് പൈൻ ഫോറസ്റ്റൊക്കെ ഇവിടെ വന്നത്. ഇതാണ് നമ്മുടെ പൈൻ ഫോറസ്റ്റ്. ഇവിടെ നമ്മൾ കുറേ നേരം സ്പെൻഡ് ചെയ്തു, കുറേ വീഡിയോ ഒക്കെ എടുത്തു, കുറേ റീൽസ് ഇവിടെ ഷൂട്ട് ചെയ്തു. പക്ഷെ ഇവിടെ റീൽസും ഫോട്ടോഷൂട്ടിനൊക്കെ ഇഷ്ടം പോലെ പേര് വരണുണ്ട്. അതായത് പ്രീ വെഡ് ഷൂട്ട്, പോസ്റ്റ് വെഡ് ഷൂട്ട്, മറ്റേ പ്രഗ്നൻസി ഷൂട്ട്, ഇഷ്ടംപോലെ ഷൂട്ട്. കാരണം നല്ല ആംബിയൻസ് ആണ്, ഒരു കാട് പോലത്തെ. ഇവിടെ ഒരുപാട് കുരങ്ങന്മാരും ഉണ്ട് സത്യം പറഞ്ഞാൽ, ഇഷ്ടംപോലെ കുരങ്ങന്മാർ. മോൾ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ടായിരുന്നു. സോ അതൊക്കെ കണ്ട് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. ഇത് നമ്മുടെ കൂക്കാലിലോട്ടുള്ള വഴി തന്നെയാണ്. മറ്റേ വഴി അധികം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് നമ്മൾ ഈ റൂട്ട് തന്നെ ഷൂട്ട് ചെയ്യണത്. പക്ഷേ മറ്റേ റൂട്ടിനേക്കാളും സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ റൂട്ടാണ് കാണേണ്ടത്. അടിപൊളിയാണ് സത്യം പറഞ്ഞാൽ. ഈ ക്യാമറയെ കാണുന്നേക്കാളും ഒരുപാട് അടിപൊളിയാണ് നേരിട്ട് കാണുമ്പോൾ. എന്തൊക്കെ പറഞ്ഞാലും നേരിട്ട് കാണുന്നതിന്, നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതിന് അതിൻ്റേതായ ഒരു പ്രത്യേകതയുണ്ട്. മാൻ, എന്തൊരു പറയാ, എന്ത് പറഞ്ഞാലും കുറച്ച് പൊയറ്റിക്കായി പോവും, എന്നുവെച്ചാൽ കാവ്യാത്മകമായിപ്പോവും. അതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ മെയിനായിട്ട് ആളുകൾ വന്നു തുടങ്ങിയത് 1845-ലാണ്. അതായത് നമ്മുടെ ഇത് പ്രശ്നം ഉണ്ടായല്ലോ, അതായത് താഴെ ഉള്ളവർക്ക് ഒരുപാട് അസുഖങ്ങളും ഇതൊക്കെ. എന്ന് വെച്ചാൽ സമ്മർ ഡിസീസ് വന്നു തുടങ്ങിയപ്പോൾ ഇത് അത്യാവശ്യം തണുപ്പ് പ്രദേശമില്ല. അതുകൊണ്ട് അപ്പോഴാണ് ആളുകൾ ഇങ്ങോട്ട് കൂടുതൽ കുടിയേറി തുടങ്ങിയത് സത്യം പറഞ്ഞാൽ. പിന്നെ നമ്മുടെ ഇവിടെ തന്നെ 2ാം ലോക മഹായുദ്ധകാലത്ത് ഇവിടെ നിന്നൊരു മൂന്നാറിലോട്ടൊരു എസ്കേപ്പ് റോഡ് പണിതിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പിന്നീട് 1990 അത് നിർത്തി, അതായത് ബാൻ ചെയ്തു. ഇപ്പം അങ്ങോട്ട് പോകാൻ പറ്റൂല, പോയാൽ അത് ഇല്ലീഗലാണ്, കേസെടുക്കും, ജയിലിൽ കിടക്കും. പക്ഷേ അത് തുറന്നു കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ടതല്ലേ സത്യം പറഞ്ഞാൽ. നമുക്ക് ഇല്ലെങ്കിൽ കൊടൈക്കനാൽ വരണമെങ്കിൽ മൂന്നാറിൽ നിന്ന് ഇങ്ങനെ ചുറ്റി വരണം. മറ്റേത് ഇവിടെ നിന്നൊരു ജസ്റ്റ് ഒരു 5-10 കിലോമീറ്റർ പോയാൽ അത് മൂന്നാറെത്തി. ഒന്ന് എക്സിറ്റ് ആയി, കേരള എക്സിറ്റ് ആയി, തമിഴ്നാട് എക്സിറ്റ് ആയി, കേരളം എത്തി. അത്രയും അടുത്തൊരു പാത ഉണ്ടായിരുന്നിട്ട് ഇവരെന്താണ് ഇങ്ങനെ തടഞ്ഞു വെച്ചേക്കണമെന്ന് എനിക്കറിഞ്ഞൂടാ. മേ ബി അല്ല സേഫ്റ്റി ഇഷ്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ സെക്യൂരിറ്റി റീസൺസ് ആയിരിക്കും, ഇരിക്കട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഇത് നമ്മുടെ അടുത്ത സ്ഥലമാണ്. നമ്മുടെ ഗുണ കേവിലോട്ട് പോണ വഴിക്ക് നിൽക്കുകയാണ്. സോ ഇതാണ് നമ്മുടെ ഫേമസ് മഞ്ഞുമൽ ബോയ്സ് ഒക്കെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കണമെന്ന് നിങ്ങൾക്ക് അറിയാം. ഞാൻ ഇവിടെ +2 വന്നിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഒരു 7 വർഷം ശേഷം ഇപ്പോഴാണ് വരുന്നത്. 1821 BS വാർഡ് വന്നപ്പോഴാണ് ആദ്യമായിട്ട് ഇവിടെ ഡെവിൾസ് കിച്ചൺ എന്ന് അങ്ങേര് പറയുന്നത്. കാരണം ഏകദേശം ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ അറകളാണ്, സത്യം പറഞ്ഞാൽ ഗുഹയല്ല, അറകളാണ്. വീണ് പോയി കഴിഞ്ഞാൽ ഏകദേശം കൊടൈക്കനാലിൻ്റെ അടി വരെ, എന്ന് വെച്ചാൽ അങ്ങ് താഴെ വരെ നീളം ഉണ്ടെന്നാണ് പറയണത്. മിച്ചം കിട്ടൂല. പക്ഷേ നമ്മുടെ ഒരു മലയാളി വീണത് രക്ഷപ്പെട്ടു ലാസ്റ്റായിട്ടും. അതിനുശേഷം കുറേ കാലം അടച്ചിരുന്നു. പിന്നെ 2016 വീണ്ടും തുറന്നു കൊടുത്തത് സഞ്ചാരികൾക്കായിട്ട്. ഇവിടെ സൈഡ് മൊത്തം കാടാണ്. ഇവിടെയും അതുപോലത്തെ കുഴികൾ കാണുമായിരിക്കും.
ഗൈസ് എന്നെ പറയുന്ന ഒരു ഫേമസ് ഡയലോഗ് ഉണ്ട്, അവർക്ക് പറയുന്നതായിരിക്കും. ഇത് ബ്ലോഗ് ആണെന്ന് തോന്നുന്നു. എടാ ബുദ്ധിജീവിടെ ക്രാപ്പ് അടിച്ചു പുള്ളിടാ പോടെ കഞ്ചാവ് ഒന്നുകൂടെ ഉണ്ട്. ഇതിനെ 10 റേറ്റ് ചെയ്യണം നിങ്ങൾ. അത് തന്നെ ഓർക്കിന് സ്പെഷ്യൽ ലൈക്ക്. അപ്പോൾ നമ്മളിതാ ഗുണാക്കേവ് എന്ന് എഴുതി വെച്ചേക്കുന്നിടത്ത് എൻട്രൻസിലെത്തി. ഇതിൻ്റെ അങ്ങോട്ടാണ് സസ്പെൻസുകളുടെ ഒരു കലവറ തന്നെ ഉള്ളത്, ഒരു ഗുഹ തന്നെ ഉള്ളത്. എൻ്റെ മോന് എന്ത് തോന്നുന്നു താങ്കൾക്ക്? ഒരു അഭിപ്രായം പറയൂ നമ്മുടെ ചാനലിൽ. വളരെ മനോഹരമായ അഭിപ്രായം. ആരും സബ്സ്ക്രൈബ് ചെയ്യില്ലേ? ആരും ചെയ്യില്ല. ഗൈസ്, നിങ്ങളൊന്ന് കേട്ടിട്ടുമില്ല, നിങ്ങളൊന്നും അറിഞ്ഞിട്ടുമില്ല. ഓക്കെ, അത് കേൾക്കേ ചെയ്യല്. സോ അപ്പോൾ ഇതാണ് നമ്മുടെ ഗുണാക്കേവ്. നമ്മുടെ ആ മരങ്ങളുടെ വേരുകളും അവിടെ ഉണ്ട്. അവിടെയാണ് പലരും നിന്ന് ഫോട്ടോ എടുക്കുന്നതും എല്ലാം. അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് തരാൻ ഇവിടെ ക്യാമറാമാൻമാരൊക്കെ ഉണ്ട് പൈസയ്ക്ക്. അങ്ങനെ നമ്മുടെ കുട്ടിത്തെ തുളുമ്പുന്ന അഡ്മിനെ കണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ക്ലബിൻ്റെ അഡ്മിൻ മിസ്റ്റർ കുട്ടി ജ്യോതിഷ്. ഇവർക്ക് ഇത് നമ്മുടെ ചെകുത്ത. സോ അപ്പം നമ്മൾ ഗുണാക്കേവിലോട്ട് എൻട്രി ആവുകയാണ്. ഞാൻ പറഞ്ഞ പോലെ ഇതാണ് മറ്റേ ഫേമസ് ആ സ്ഥലം. ഫോട്ടോ എടുക്കാൻ സമ്മതിക്കില്ല. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടില്ല എന്നേ ഉള്ളൊരു നല്ലൊരു ചീത്തവിളി കേട്ടു. സോ അപ്പം ഒരു ടെറർ ആംബിയൻസ് ഇല്ലേ. അപ്പം നമ്മൾ ആ പടവുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി ആ വ്യൂ പോയിൻ്റ് ഉണ്ട്, ഇവിടെ നിന്നൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. സോ ഇതിങ്ങനെ നോക്കുമ്പോൾ താഴോട്ട് നോക്കുമ്പോഴുള്ള വ്യൂ പോയിൻ്റ്, മുകളിൽ പോകുമ്പോൾ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ആ വ്യൂ പോയിൻ്റാണ് നമ്മൾ അപ്പുറത്ത് നിന്ന് പില്ലർ റോക്കായിട്ട് കാണുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു ചങ്ങായി ഇരിപ്പുണ്ട്, മൈൻഡ് ചെയ്യുമോ നോക്കാം. ഡേ ചങ്ങായി, ഹലോ. അപ്പോൾ അവൻ്റെ തീറ്റിയിൽ ശ്രദ്ധിച്ചിരിക്കുകയാണ്. മൈൻഡില്ല നമ്മൾ. ഡേയ് മൈൻഡ് ചെയ്യുമോ? ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് നിന്നെ കാണാൻ വന്നതാണ്. മൈൻഡില്ല. അപ്പോൾ നമുക്ക് ബാക്കി കാണാൻ പോകുന്നത് ഇവിടെ മറ്റേ ഗുഹകളൊക്കെ, അതായത് അറകൾ. ഗുഹയെന്ന് പറയുന്ന അറകളാണ് എന്നാണ് പറയേണ്ടത്. അതൊക്കെ ഗ്രില്ലിട്ട് അടച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് വീണ് രക്ഷിച്ചെടുത്തും പിന്നീട് ഗ്രില്ലിട്ട് അടച്ചിട്ടുണ്ട്. അതിൻ്റെ താഴോട്ടാണ്, അങ്ങോട്ട് ഇറങ്ങാൻ പാടില്ല. അതിനാണ് ഈ ഫെൻസിങ് ഒക്കെ കെട്ടി വെച്ചേക്കുന്നത്. പക്ഷെ അവർ പറഞ്ഞത് അവർ അന്ന്, അതായത് 2006 തോന്നുന്നു വന്നപ്പോൾ ഇവിടെ ഫെൻസിങ് ഒന്നും ഇല്ലായിരുന്നു എന്നാണ് പറയണത്. അതുകൊണ്ടാണ് അവർ ഇറങ്ങിയെന്നും പറയുന്നുണ്ട്. സോ എന്തായാലും ഇറങ്ങണേക്ക് എന്തായാലും ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് കഴിയണത് ഇറങ്ങാതിരിക്കുക. അതായത് ഇതാണ് മറ്റേ ഗ്രില്ലിട്ട ഭാഗങ്ങളൊക്കെ. ഇതൊക്കെ അറകളാണ്. ഇതിലോട്ടൊക്കെ വീണ ഏകദേശം കൊടൈക്കനാലിൻ്റെ താഴെ വരെ, അതായത് 900 അടിയോളം താഴ്ചയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് മുകളിലത്തെ വ്യൂ പോയിൻ്റ്, ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ പോയിൻ്റ്. മാൻ, എൻ്റെ എന്തോന്ന് പറയണമെന്നറിയണം. അമ്മാതിരി ഒരു വ്യൂ ആണ് കേട്ടോ. നമുക്ക് അങ്ങ് സ്റ്റക്കായിപ്പോവും. ആ സ്റ്റക്കായി ഇറങ്ങി നമ്മൾ ഇനി അടുത്ത സ്പോട്ടിലോട്ട് പോവുകയാണ്. അതായത് അടുത്ത സ്പോട്ടാണ് ഇത്. അതായത് നമ്മൾ പില്ലർ റോക്ക്, അതായത് ഇപ്പം നിന്നില്ല, അത് അപ്പുറത്ത് നിന്ന് പില്ലർ റോക്കായിട്ട് കാണാൻ പറ്റും. സോ ആ സ്പോട്ടിലോട്ടാണ് പോകുന്നത്. ഇത് മറ്റേ കൂക്കാലിൻ്റെ വഴി തന്നെ. ഞാൻ പറഞ്ഞ പോലെ വിഷ്വൽ ഇല്ലാത്തതുകൊണ്ട് ആഡ് ചെയ്തൊക്കെയാണ്. അപ്പോൾ ഇനി ഉള്ളത് പില്ലർ റോക്കാണ്. പില്ലർ റോക്കും ഇതുപോലെ ഞാൻ ഇവിടെ ഇപ്പുറത്ത് നിന്ന് കാണുമ്പോൾ അത് ചിലപ്പോൾ കാണാൻ പറ്റും, ചിലപ്പോൾ കാണാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. അതായത് ചിലപ്പം പെട്ടെന്ന് കോട വന്ന് മൂടും, ചിലപ്പം പെട്ടെന്ന് വിസിബിൾ ആവും. പക്ഷെ ഒരു കുറച്ച് നേരം അവിടെ നിന്നാൽ മൊത്തത്തിൽ വിസിബിൾ ആവും സത്യം പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ. സോ നമുക്കിനി അടുത്ത് അപ്പം പില്ലർ റോക്ക് പോയിട്ടുള്ള വിശേഷങ്ങൾ കണ്ടിട്ട് വരാം. സോ ഹായ് ഓൾ. അപ്പോൾ നമ്മളിപ്പോൾ കൊടൈക്കനാലിലെ ഒരു എപ്പോഴും കാണാൻ പറ്റാത്തൊരു സ്ഥലത്ത് നിൽക്കുകയാണ്. അതായത് നമ്മുടെ പില്ലർ റോക്ക്. സോ ഇതാണ് ഒരു മാജിക്കൽ പ്ലേസ്, അതായത് പില്ലർ റോക്ക്. ഇത് ചിലപ്പോൾ കാണാൻ പറ്റും, ചിലപ്പം കാണാൻ പറ്റൂല. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ പെട്ടെന്ന് പറഞ്ഞു പോകും. കാരണം അപ്പുറത്തെ സൈഡ് ഭയങ്കര ഒരു മേഘങ്ങളും. ഇതൊരു സത്യം പറഞ്ഞാൽ കൊളുക്കുമലയ്ക്ക് ശേഷം എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും നല്ലൊരു മാജിക്കൽ പ്ലേസ് ആണ്. കാരണം കണ്ടോ, ഇപ്പുറത്തെ മേഘങ്ങളെല്ലാം കെട്ടിയിരിക്കുന്നത്. ഇത് ചിലപ്പം വന്ന് മൂടും. ഇപ്പം പലരും പണ്ട് പറയുമല്ലോ, മേഘങ്ങൾക്ക് മുകളിലുള്ള സ്വർഗ്ഗം എന്ന് പറയും പോലെ, നമ്മുടെ കുട്ടിക്കാലത്ത് ചിന്തിക്കും പോലെ അങ്ങനത്തെ ഒരു സ്വർഗ്ഗമാണ് ഈ സ്ഥലം. ആ മലയുടെ ഇടയ്ക്കാണ് ഗുണാക്കേവ് ഉള്ളത്. നിങ്ങൾ നേരത്തെ കണ്ട, ഇപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ട ആ പില്ലർ റോക്ക് കാണാനില്ല, മേഘം വന്ന് മൂടി. ഇതാണ് ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ കാണാൻ പറ്റും, ചിലപ്പോൾ കാണാൻ പറ്റില്ല. അങ്ങനെ ഒരു അടിപൊളി സ്ഥലമാണ്. സോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ കൊടൈക്കനാലിനോട് വിട പറയേണ്ട സമയമായിരിക്കുന്നു. 3 ദിവസം
നല്ല ഓർമ്മകൾ തന്ന, ജീവിതത്തിൽ പിന്നെയും ഓർമ്മിക്കാൻ കുറേ നല്ല ഓർമ്മകൾ തന്ന കൊടൈക്കനാലിനോട് വിട പറയുകയാണ്. പക്ഷേ അതൊരു അവസാന വിട പറയലല്ല. താങ്ക് യു, വിസിറ്റ് അഗൈൻ എന്ന് ഓരോ സ്ഥലത്തും ബോർഡ് എഴുതി വയ്ക്കും പോലെ താങ്ക് യു കൊടൈക്കനാൽ, ഐ വിൽ മസ്റ്റ് വിസിറ്റ് അഗൈൻ. ഞാൻ വരും, വീണ്ടും ഉറപ്പായിട്ടും വരും. കാരണം അത്രയും നല്ലൊരു ഫീലിങ്സാണ് എനിക്ക് പേഴ്സണലി കൊടൈക്കനാലിൽ നിന്ന് കിട്ടിയത്. സോ ഞാൻ ഒരുപാട് ഡിപ്രസ്ഡ് ആയിട്ടാണ് ഈ യാത്ര വന്നത്. പക്ഷേ ഞാൻ ഭയങ്കര മനസ്സ് നിറഞ്ഞാണ് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ഇതുപോലെ ഒരു റൈഡ് പോയി വരുമ്പോൾ നമ്മുടെ ഒരു മനസ്സിലെ ശാന്തത ഉണ്ടല്ലോ, അതൊക്കെ ആർക്കൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ എത്രയൊക്കെ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. സോ നമ്മൾ തിരിച്ചുള്ള വഴിയിലോട്ടാണ് നമ്മളിനി പോയി പാക്ക് ചെയ്ത് തിരിക്കുകയാണ് നാട്ടിലോട്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് പൊല്യൂഷൻ. ഇവിടെ കഴിയണതും പ്ലാസ്റ്റിക്കായിട്ടോ പുകയായിട്ടോ ഒന്നും ഇവിടെ മലിനീകരിക്കരുത്. പ്രകൃതി ഇങ്ങനെ തന്നെ സൂക്ഷിക്കാൻ ശ്രമിക്കുക. കാരണം 1983 ഒരു മെർക്കുറി കമ്പനി സെക്കൻഡ് ഹാൻഡ് ന്യൂയോർക്കിൽ അടച്ചു പൂട്ടിയത് ഇവിടെ കൊടൈക്കനാലിൽ റീലൊക്കേറ്റ് ചെയ്തിരുന്നു. അത് നമ്മുടെ യൂണിലിവർ ബ്രിട്ടീഷ് കമ്പനിയാണ് ഓൺ ചെയ്തിരുന്നത്. അത് പക്ഷേ ഇവിടെ 2001 ഷട്ട് ഡൗൺ ചെയ്തു. ഒരുപാട് മെർക്കുറി പൊല്യൂഷൻ കണ്ടാമിനേറ്റ് ചെയ്തുകൊണ്ട് അറ്റ്മോസ്ഫിയറിലോട്ട്. അത് എയർ ആൻഡ് വാട്ടർ ഏകദേശം 10 വർഷത്തോളം, സെഞ്ചുറീസോളം, 10 വർഷമല്ല സെഞ്ചുറീസോളം നിലനിൽക്കുമെന്നാണ് പറയണത്. അത് എന്തായാലും അടച്ചു പൂട്ടി. 2011 മദ്രാസ് ഹൈക്കോടതിയും അതിൻ്റെ റിപ്പോർട്ടൊക്കെ തേടി ഏകദേശം 11 ടണ്ണോളം എയറിലോട്ട് വ്യാപിച്ചെന്നാണ് പറയണത്. 2016 അതിനുള്ള കോമ്പൻസേഷൻ യൂണിലിവറിൻ്റെ അതിൻ്റെ വർക്കേഴ്സിന് കൊടുക്കാൻ പറഞ്ഞു, ഇത് ബാധിക്കപ്പെട്ടവർക്കും. സോ അതുകൊണ്ട് കഴിയണതും മലിനീകരിക്കാതിരിക്കാൻ നോക്കുക. പ്രകൃതിയെ കുറച്ചെങ്കിലും സംരക്ഷിക്കാൻ പഠിക്കുക. നമുക്കിതൊക്കെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കാനുള്ളതാണ്, നശിപ്പിച്ച് കളയാനുള്ളതല്ല ഒരിക്കലും. കുറേ കെട്ടിടങ്ങളും കുറേ സിറ്റീസും എല്ലാം നമുക്ക് പുതിയ തലമുറയ്ക്ക് കൊടുക്കേണ്ടത് പ്രകൃതി തന്നെയാണ് കൊടുക്കേണ്ടത്. സോ അങ്ങനെ കുറേ ഓർമ്മകൾ തന്ന കൊടൈക്കനാലിനോട് വിട പറയാണ് വീണ്ടും. ഒരുപാട് ഇതിന് ശേഷം എനിക്ക് ഏറ്റവും നല്ലൊരു ഓർമ്മ ഉണ്ടായതെന്ന് വെച്ചാൽ, ഞാൻ തിരിച്ചു പോണ വഴിക്ക് നമ്മുടെ ക്ലബിലുള്ള, അതായത് അഭിജിത്തിൻ്റെ ഇമോർട്ടലിൻ്റെ 390 ഓടിച്ചു. സോ അതിന് ശേഷം എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ആഗ്രഹം കയറിക്കൂടി, അതായത് ആ വണ്ടി എടുക്കണമെന്ന്. സോ എൻ്റെ വണ്ടി ഞാൻ ഈ 310 കൊടുത്തു. ഇത് 6 എൻ്റെ ലാസ്റ്റ് റൈഡായിരുന്നു കൊടൈക്കനാലിലോട്ടുള്ളത്. അത് കഴിഞ്ഞ് ഏകദേശം 6 മാസങ്ങൾ വെയിറ്റ് ചെയ്ത്, അതായത് ഞാൻ അപ്പോഴെടുക്കാനുള്ള പ്ലാനായിരുന്നു. അപ്പോഴും നമ്മുടെ Gen 2 ആയിരുന്നു. സോ ഇടയ്ക്കൊരു ന്യൂസ് അറിഞ്ഞു Gen 3 വരണമെന്ന്. അങ്ങനെ Gen 3 ബുക്ക് ചെയ്തു, ഡെലിവറി എടുത്തു. സോ ആ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഓവർലായിട്ട് കാണുന്നത്. അങ്ങനെ പുതിയൊരു മെമ്പറിനെ ഞാൻ സ്വന്തമാക്കി ഈ റൈഡിന് ശേഷം. അതാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് നല്ല ഓർമ്മകളുള്ള റൈഡായിരുന്നു. പല സങ്കടങ്ങളും മാറ്റിയ റൈഡായിരുന്നു. പലതും നേടാൻ പിന്നെ സഹായിച്ച റൈഡായിരുന്നു. അങ്ങനെ ആ റൈഡിനോട് വിട പറഞ്ഞ് ഞാൻ യാത്രയാവുകയാണ്. പക്ഷേ കൊടൈക്കനാലിലോട്ട് ഞാൻ പറഞ്ഞ പോലെ വീണ്ടും വരും. ഞാൻ വീണ്ടും പറയാണ്. സോ അത്രയും നല്ലൊരു സ്ഥലമാണ്. പറ്റുമെങ്കിൽ നിങ്ങളൊക്കെ സമയം കിട്ടുമ്പോൾ വരണം. കൊടൈക്കനാൽ നിങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും, പക്ഷേ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ലൈഫ് ടൈം ബൈക്കിൽ വരാൻ ശ്രമിക്കുക. സോ അത്രയൊക്കെ ഉള്ളൂ. സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ. ഇറ്റ്സ് മീ ഡോണ്ട് ലെസ്. സ്റ്റേ സേഫ്. ബൈ.